ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റഷ്യ യുക്രൈൻ വാറിനെ കുറിച്ച് ഉള്ള മറ്റൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ യുദ്ധങ്ങളും അത് പണ്ട് മുതലേ നമ്മളൊരു ഒന്നാം ലോക മഹായുദ്ധം മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനു മുമ്പുള്ള കാലഘട്ടത്തിലായാലും ശരി, യുദ്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രവിശ്യ മറ്റൊരു പ്രവിശ്യ ആക്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആ യുദ്ധം ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വിഭവങ്ങളുടെ മുകളിൽ കയ്യേറ്റം അല്ലെങ്കിൽ കടന്നുകയറ്റം നടത്താനുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയായിരിക്കും. അപ്പോൾ നമുക്ക് മോഡേൺ വാറിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളുടെ കൺമുമ്പിലുള്ള റഷ്യ യുക്രൈൻ വാർ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കാണുന്ന പല തിയേറ്റേഴ്സ് ഓഫ് വാർ ഉണ്ട്. അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യുദ്ധങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം UN ഉണ്ടാക്കിയത് ഇനി ലോകത്ത് ഇതുപോലൊരു ലോകമഹായുദ്ധം ഉണ്ടാകരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയതെങ്കിലും, യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയതിന് തൊട്ട് പിന്നാലെ കൊറിയൻ യുദ്ധം മുതൽ ഇങ്ങോട്ട് നമ്മൾ സ്ഥിരമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും യുദ്ധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് ലോകം രണ്ട് ചേരിയിൽ, അമേരിക്കൻ ചേരിയും സോവിയറ്റ് യൂണിയൻ ചേരിയും, അല്ലെങ്കിൽ അമേരിക്കൻ റഷ്യൻ ചേരി. ഇന്നും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൾഡ് വാർ, ശീതസമരം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം എന്ന് പറയുന്ന രണ്ട് സെക്ഷൻ. അപ്പോൾ ഒരു ചേരി കമ്മ്യൂണിസം, ഒരു ചേരിയിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും ചൈനയും നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചേരി, മറുഭാഗത്ത് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന മുതലാളിത്ത ഫ്രീ വേൾഡ്, ജനാധിപത്യ സ്വതന്ത്ര ലോകത്തിന്റെ അപ്പോസ്തലനായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗം. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് ചേരികളും അണിനിരന്ന് ലോകത്തിന്റെ പല ഭാഗത്ത് മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലെല്ലാം യുദ്ധങ്ങൾ ഉണ്ടാക്കുകയും ആ യുദ്ധങ്ങളുടെ എല്ലാം രൂക്ഷഫലം അല്ലെങ്കിൽ വളരെ മാരകമായിട്ടുള്ള അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ അന്ന് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ എല്ലാം ബെനിഫിഷ്യറീസ്, അല്ല ശരിക്കുമുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യങ്ങൾക്കപ്പുറം, ഇത് രാജ്യങ്ങളുടെ പേരിലാണെങ്കിലും, അമേരിക്ക, റഷ്യ, അല്ലെങ്കിൽ ചൈന, അല്ലെങ്കിൽ ബ്രിട്ടൻ, ഫ്രാൻസ് എന്നൊക്കെയുള്ള പേരിലാണെങ്കിലും, മോഡേൺ വാർ അല്ലെങ്കിൽ ആധുനിക യുദ്ധങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് വാറാണ്. എന്നുവെച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറം ശക്തിയുള്ള കോർപ്പറേഷൻസ് പടിഞ്ഞാറൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ ശക്തരായിട്ടുള്ള, എന്നുവെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് വളരെ തന്ത്രപരമായിട്ടുള്ള മേഖലയുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ മേഖലകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതായത് ഗ്ലോബൽ എക്കോണമിയുടെ മുകളിൽ വളരെ കൃത്യമായിട്ടുള്ള കൺട്രോൾ, സ്വാധീനം അല്ലെങ്കിൽ നിയന്ത്രണമുള്ള ഗ്ലോബൽ കോർപ്പറേഷൻസ് ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ. വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഫൈനാൻസ്, ഇന്റർനാഷണൽ ഫൈനാൻസ്, ബാങ്കിങ് വളരെ ശക്തമായിട്ടുള്ള ഏറ്റവും ടോപ്പിലുള്ളൊരു ഘടകമാണ്. അപ്പൊ ഇന്റർനാഷണൽ ഫൈനാൻസ്, ഗ്ലോബൽ ഫൈനാൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ ക്യാപിറ്റൽ ആരുടെ കൈകളിലാണോ അവരാണ് ബാക്കിയുള്ള കോർപ്പറേഷൻസിനെ എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് ബ്രിട്ടീഷ് എംപയർ എന്നൊക്കെ കേൾക്കുമ്പോഴും, ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ശക്തരായിട്ടുള്ള കോർപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും അമേരിക്കൻ എംപയർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, അല്ല റഷ്യൻ എംപയർ എന്ന് കേൾക്കുമ്പോൾ, അല്ല ചൈനീസ് എംപയർ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, അതിന്റെ പിന്നിൽ നമ്മൾ ആ രാജ്യമായിട്ട് നമുക്ക് അതൊന്നും യാതൊരു ബന്ധമില്ല. ഈ പറഞ്ഞ സാമ്രാജ്യ ശക്തികളുടെ പിന്നിൽ നിരക്കുന്ന ശക്തരായിട്ടുള്ള കോർപ്പറേഷൻസും
അതുപോലെ തന്നെ ആ കോർപ്പറേഷൻസിനെ നിയന്ത്രിക്കുന്ന പിന്നെ ഫൈനാൻഷ്യലി പവർഫുൾ ആയിട്ടുള്ള, അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ വേൾഡിൽ നമുക്ക് അവരെ കാണാൻ സാധിക്കത്തില്ല, ആരാണ് ശരിക്കുള്ള കൺട്രോളേഴ്സ് ഉള്ളത്. പക്ഷെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെക്ഷൻ, ഒരു വളരെ ചെറിയൊരു കൂട്ടം സെക്ഷൻ ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പം നമുക്ക് അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി നമ്മൾ സാധാരണ വിളിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ വിളിക്കുന്ന കോർപ്പറേഷൻസ്, അതൊക്കും മേലെയുള്ള ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ എക്കോണമി, അല്ലെങ്കിൽ ഈ പറഞ്ഞ വേൾഡ് എക്കോണമിയും അല്ലെങ്കിൽ വേൾഡ് ഗ്ലോബൽ ക്യാപിറ്റലിനെയും ടെക്നോളജിയൊക്കെ നിയന്ത്രിക്കുന്നതും കൈവശപ്പെടുത്തിയിരിക്കുന്നതും. അപ്പോൾ ഈ ലോകത്തുണ്ടാകുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ അവരുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അവർ ഗ്യാങ് തിരിഞ്ഞാണ് ഈ യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ കാണുന്ന ഈ യുദ്ധങ്ങൾ, ഇപ്പം ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന യുദ്ധമായാലും ശരി, അല്ലെങ്കിൽ അമേരിക്ക ഇറാഖിൽ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്ന യുദ്ധമായാലും ശരി, റഷ്യ യുക്രൈൻ യുദ്ധമായാലും ശരി, ഇപ്പൊ ടർക്കി ചെയ്യുന്ന യുദ്ധമായാലും ശരി, ഇതിന്റെ എല്ലാം പിന്നിൽ ശക്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ് അണിനിരക്കുന്നത്. അല്ല, നമുക്ക് ആ രാജ്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇക്കണോമിക് സോൺസ് മാത്രമേ ഉള്ളൂ ലോകത്ത്. ഈ ശക്തികൾ വീതിച്ചെടുത്തിരിക്കുന്ന ഇക്കണോമിക് സോൺസ് മാത്രമേ ഉള്ളൂ. ആ ഇക്കണോമിക് സോൺസിന് വേണ്ടിയുള്ള അടിപിടിയും അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളുമാണ് നമ്മൾ യുദ്ധം എന്ന രീതിയിൽ നമ്മളെ പറഞ്ഞ് വിശദിപ്പിച്ചിട്ട് റഷ്യ യുക്രൈൻ, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഇന്ത്യ ചൈന, അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ, അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ എന്നൊക്കെ പറഞ്ഞുള്ള യുദ്ധങ്ങൾ രാജ്യങ്ങളുടെ പേര് നൽകി ജനങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീവ് ചെയ്യുന്ന, ചീറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യങ്ങളല്ല യുദ്ധം ചെയ്യുന്നത്, രാജ്യത്തിന്റെ പേരിൽ അതിന്റെ പിന്നിൽ ആ രാജ്യത്തിനെ നിയന്ത്രിക്കുന്ന വമ്പൻ സാമ്പത്തിക ഇക്കണോമിക് ക്ലാസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ക്ലാസ് ആയിരിക്കും എപ്പോഴും യുദ്ധങ്ങൾ പിന്നെ ചെയ്യുന്നതും, അല്ലെങ്കിൽ യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്നതും. ആ യുദ്ധങ്ങളിൽ കൂടി അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നത് ഈ സാമ്പത്തിക ശക്തികൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഈ പറഞ്ഞ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈഡൻ പോയി ട്രംപ് വന്നു. ട്രംപ് ഈ ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ റഷ്യ പീസിന് വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ കഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. കാരണം അതിനകത്തിൽ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ്. യുക്രൈനിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് മിനറൽ റിസോഴ്സ്. മിനറൽ റിസോഴ്സിന്റെ പ്രത്യേകിച്ച് റയർ എർത്ത് എന്ന് പറയുന്ന വിഭവത്തിന്റെ ആവശ്യം ലോകത്തുനിന്ന് വളരെ കൂടുതലാണ്. അപ്പം ചൈനയ്ക്കാണ് ആ ഒരു മേഖലയിൽ ശരിക്കും പറഞ്ഞ ഡോമിനൻസ് ഇപ്പോൾ ഉള്ളത്. അപ്പം ചൈനയുടെ കൈകളിൽ, അല്ലെങ്കിൽ ചൈനയ്ക്ക് ആ ഒരു മേഖലയിൽ ഡോമിനൻസ് നിലനിൽക്കുന്നിടത്തോളം കാലം അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ പവർ ഭാവിയിൽ വളരെ പരിതാപകരമാകും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വാധീനം ലോകത്ത് നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇത് വളരെ അധികം മേഖലകളിലെ ഡിഫൻസ്, അതുപോലെ തന്നെ സ്പേസ് ടെക്നോളജി, ഡിഫൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇതുപോലുള്ള മേഖലകളിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു മിനറലാണ് റെയർ എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് യുക്രൈനിൽ ഗ്ലോബൽ റിസർവിൻ്റെ 5% യുക്രൈനിലുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം $1 ട്രില്യൺ റിസർവ് യുക്രൈനിലുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ മുകളിൽ പിന്നെ അതിൻ്റെ നിയന്ത്രണം കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ ട്രംപ് വന്നിട്ട് ഈ റഷ്യ യുക്രൈൻ വാർ നിർത്താൻ ആഗ്രഹിക്കുന്നതും, പിന്നെ യുക്രൈനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും യുക്രൈനും റഷ്യയും തമ്മിൽ സമാധാനത്തിലേക്ക് വരണം എന്ന് ട്രംപ് നിർബന്ധം പിടിക്കുകയൊക്കെ ചെയ്യുന്നത് യുക്രൈനിലുള്ള ഈ റിസർവിൻ്റെ മുകളിൽ പിന്നെ സ്വാധീനം നേടിയെടുക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രമാണ്. അപ്പൊ 2022 യുദ്ധം തുടങ്ങിയത് റഷ്യയും യുക്രൈനും തമ്മിലുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം, റഷ്യ ഒരു ഭാഗത്തും റഷ്യയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളുണ്ട്. ഇറാൻ, ചൈന, ഈവൻ ഇന്ത്യ നേരിട്ടല്ലെങ്കിൽ തന്നെയും റഷ്യയിൽ നിന്ന് ഓയിൽ മേടിച്ചിട്ട് റഷ്യ ഫൈനാൻഷ്യലി ഇക്കണോമിക്കലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുക്രൈൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ, ഇന്നലെ ചെയ്ത വീഡിയോക്കകത്ത് പറഞ്ഞ അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം വൻതോതിലുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് അത് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന യുദ്ധം കഴിഞ്ഞാൽ ഈ പറഞ്ഞ മിനറൽ റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സിന്റെ മുകളിൽ ഉള്ള നിയന്ത്രണം മാത്രമല്ല, ഇപ്പോൾ ഒരു വൻതോതിലുള്ള യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ
ഈ യുദ്ധം കഴിഞ്ഞിട്ടുള്ള റീകൺസ്ട്രക്ഷൻ ഉണ്ടാകും. ഇപ്പൊ ഗ്യാസിലൊക്കെ പറഞ്ഞാൽ പലസ്തീൻ ഗ്യാസിലൊക്കെ പറഞ്ഞാൽ $multi-billion റീകൺസ്ട്രക്ഷൻ വർക്കുകളാണ് നടക്കാൻ പോകുന്നതാണ്. യുദ്ധം കഴിഞ്ഞ് ഏത് സ്ഥലത്തും അതിനുള്ള വലിയ സ്കോപ്പാണ്. ഇതെല്ലാം ഗ്ലോബലി പവർഫുൾ ആയിട്ടുള്ള കോർപ്പറേഷൻസ് ആണ് ഈ കോൺട്രാക്ട്സ് എല്ലാം കിട്ടുന്നത്. അപ്പൊ ഈ ഗ്ലോബലി പവർഫുൾ കോർപ്പറേഷൻസ് പറഞ്ഞാൽ അതെല്ലാം അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന കോർപ്പറേഷൻസ് ആയിരിക്കും. അവർക്കായിരിക്കും ഈ പറഞ്ഞ കോൺട്രാക്ട്സുകളെല്ലാം കിട്ടാൻ പോകുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വലിയൊരു കൂടുതൽ സമ്പത്തുണ്ടാക്കത്തക്ക രീതിയിൽ അവർക്ക് പ്രയോജനങ്ങൾ ലഭിക്കും. അപ്പൊ അതിനുവേണ്ടി കൂടെയാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കത്തില്ല. റീകൺസ്ട്രക്ഷൻ വലിയൊരു ബിസിനസ്സാണ്. യുദ്ധം കഴിഞ്ഞിട്ടുള്ള റീകൺസ്ട്രക്ഷൻ. ഇനിയിപ്പോ യുക്രൈനിൽ തന്നെ യുദ്ധം നിന്നു കഴിഞ്ഞാൽ ഈ യുക്രൈനില് ഈ ബോംബിട്ട് നശിപ്പിച്ച പ്രദേശങ്ങളെല്ലാം തന്നെ റീകൺസ്ട്രക്ട് ചെയ്യണം. റോഡ്, ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ്, സ്കൂള്, അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് വലിയൊരു $multi-billion ബിസിനസ്സാണ്. അപ്പൊ ഇതെല്ലാം ഈ ഗ്ലോബൽ കോർപ്പറേഷൻസിനായിരിക്കും ഇതെല്ലാം ഇതിന്റെ ചങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് കിട്ടുന്നതാണ്. അപ്പൊ ഇതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ യുദ്ധങ്ങൾ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും. പിന്നെ നാച്ചുറൽ റിസോഴ്സിന്റെ മുകളിൽ ഇപ്പോൾ ഓയില്, ഗ്യാസ്, മിനറൽ റിസോഴ്സ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ മുകളിലൊക്കെ സ്വാധീനം അല്ലെങ്കിൽ നിയന്ത്രണം കിട്ടാൻ വേണ്ടിയും ഒക്കെയാണ് യുദ്ധങ്ങൾ ചെയ്യുന്നതും യുദ്ധങ്ങൾ നടത്തുന്നതും ഒക്കെ തന്നെയാണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഇതേ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയ ലക്ഷ്യം വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു, അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ശരിക്കും പറഞ്ഞുള്ള സ്റ്റേക്ക് എന്താണെന്നുള്ളത്. യുക്രൈൻ 5% ലോകത്തിന്റെ മിനറൽ റിസോഴ്സ് യുക്രൈനിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതിന്റെ മുകളിൽ ട്രംപിന് ഒരു നിയന്ത്രണം വേണം, അല്ലെങ്കിൽ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്യാങ്സ് ഓഫ് കോർപ്പറേഷൻസ് ഉണ്ടായി, ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ അത് ട്രംപിന് അതിന്റെ മുച്ചോടെ അല്ലെങ്കിൽ നല്ലൊരു പോർഷൻ ട്രംപിന് വേണം എന്നുള്ള വാശി പിടിക്കുന്ന ആളാണ് ട്രംപ് എന്ന് പറയുന്നത്. അപ്പം യുക്രൈനിൽ അത് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞ ഈ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ്. ചിലത് റഷ്യ ആം, ഇപ്പൊ യുദ്ധം ചെയ്ത് പിടിച്ച ചില സ്ഥലങ്ങളിലാണ് ഈ റിസോഴ്സ് ഒക്കെ ഉള്ളതെന്നുണ്ട്. അപ്പൊ ഈ യുദ്ധം സമാധാനപൂർണമായിട്ട് റഷ്യയുമായിട്ട് ഒരു എഗ്രിമെന്റിൽ അല്ലെങ്കിൽ ഒരു ട്രീറ്റി കരാറൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പം ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മൈൻസ് എന്ന് പറഞ്ഞാൽ അയൺ, ടൈറ്റാനിയം, മാംഗനീസ്, സിർക്കോണിയം ഇതുപോലുള്ള മിനറൽസ് എല്ലാം പിന്നെ അടങ്ങുന്ന പ്രദേശങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യൻ കൺട്രോളിലുള്ള പ്രദേശങ്ങളാണ് ഈ രണ്ടിതെല്ലാം റഷ്യൻ കൺട്രോൾ. ഈ ബ്ലൂ കളറിൽ കാണുന്നതല്ല റഷ്യൻ കൺട്രോളിലാണ്. അപ്പൊ ഏകദേശം മിനറൽ റിസോഴ്സ് ഉള്ള പ്രദേശങ്ങളെല്ലാം തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അപ്പം ട്രംപും റഷ്യയും തമ്മിൽ, പുടിനും തമ്മിൽ നല്ല ബന്ധമായതുകൊണ്ട് കച്ചവടം നല്ല സുന്ദരമായിട്ട് നടക്കും. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു സ്ക്രാമ്പിളാണ് ട്രംപ് നടത്തുന്നത്. പക്ഷേ ഇതുവരെ സെലൻസ്കി ആ വഴിക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടാണ് വൈറ്റ് ഹൗസിൽ വെച്ചിട്ടുള്ള ബഹളവും തന്തയ്ക്കുള്ളിൽ ബഹളങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ പല ടൈറ്റാനിയം, ലിത്തിയം, ഗ്രാഫൈറ്റ്, യുറേനിയം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി മിനറൽസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് എല്ലാം യുക്രൈനിലുണ്ട്. അപ്പൊ ഈ ടൈറ്റാനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപ്ലെയിൻസ്, അതുപോലെ ഓർത്തോപീഡിക് മേഖലയിൽ, ഈ മേഖലയിലൊക്കെ ടൈറ്റാനിയം വളരെയധികം വേണ്ടപ്പെട്ട ഒരു മിനറലാണ്. അതുപോലെ തന്നെ പെയിന്റ്, കോസ്മെറ്റിക്സ്, സൺസ്ക്രീന് ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷനിലും മാനുഫാക്ചറിലൊക്കെ അഡിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഗ്ലോബൽ ഔട്ട്പുട്ടിന്റെ ഏകദേശം 6% യുക്രൈനിൽ ടൈറ്റാനിയം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ലിത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാറ്ററിയിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററിയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് ലിത്യം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഇപ്പം ലോകം ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ, ഇവിസിന്റെ ഒരു ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, ചില മെഡിക്കേഷൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. യുക്രൈനിൽ ഇതിന്റെ നല്ലൊരു റിസർവ് ഉണ്ട്. യൂറോപ്പിന്റെ ടോട്ടൽ റിസർവിന്റെ ഒരു 1/3 ഓളം യുക്രൈനിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്, ഏത് ലിത്യത്തിന്റെ. ഇപ്പം യുദ്ധം രൂക്ഷമായിരിക്കുന്ന ചില മേഖലകളിലാണ് ചില ഈ റിസർവിന്റെ സൈറ്റുകൾ. അപ്പൊ അത് യുദ്ധം നിന്നാൽ മാത്രമേ ഇതൊക്കെ
കച്ചവടമാക്കി മാറ്റാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഗ്രാഫൈറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററീസിൽ, അതുപോലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഏതാണ്ട് ലോകത്തിന്റെ 20%, ലോകത്തിന്റെ മൊത്തം റിസർവ് 20%-ഓളം യുക്രൈനിലുണ്ട് ഗ്രാഫൈറ്റ്. അപ്പൊ ഇതെല്ലാം വളരെ പിന്നെ ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ കച്ചവടം ഇനിയുള്ള വർഷങ്ങളിൽ മുന്നോട്ട് നടക്കുന്നതാണ്. അതുപോലെ തന്നെ യുറേനിയം, അത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ, ന്യൂക്ലിയർ വെപ്പൺസിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. യുക്രൈനിലാണ് ഈ യുറേനിയത്തിന്റെ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ റിസർവ് ഉള്ളത്. അതുപോലെ തന്നെ റയർ എർത്തിന്റെ വലിയൊരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൂടി വരികയാണ്. ഇപ്പൊ ചൈനയ്ക്കാണ് അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഡോമിനൻസ് ഉള്ളത്. അപ്പൊ ഒരു 10-17 പിന്നെ മെറ്റൽസിന്റെ ഒരു ഗ്രൂപ്പാണ് റയർ എർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം യുക്രൈന് ഈ പറഞ്ഞ റയർ എർത്തിന്റെ വലിയ റിസർവ് ഉണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലുകളിൽ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ട്രംപിന്റെ ആവശ്യം എന്താണെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് പറഞ്ഞ് അമേരിക്ക യുക്രൈന് കൊടുത്ത യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത സഹായങ്ങൾക്ക് പകരം ഈ പറഞ്ഞ ഈ മിനറൽസിന്റെ കോൺട്രാക്റ്റ് മൊത്തം അമേരിക്കയ്ക്ക് വേണം. അമേരിക്കയ്ക്ക് വേണം എന്ന് പറയുമ്പോൾ ട്രംപിന്റെ ആൾക്കാർക്ക് ഈ കോൺട്രാക്റ്റ് എല്ലാം കൊടുക്കണം. അല്ലെങ്കിൽ ട്രംപിന്റെ ക്രോണീസ് ഉണ്ട്, ഇപ്പം റഷ്യയായിട്ട് ബന്ധപ്പെട്ട ഒളിഗാർക്സ്, അല്ലെങ്കിൽ ഈ കച്ചവടം നടത്തുന്ന മെഗാ കോർപ്പറേഷൻസ്, മൈനിങ് കോർപ്പറേഷൻസ്, അല്ലെങ്കിൽ ഇതുപോലുള്ള മേഖലകളിൽ വർത്തിക്കുന്ന കോർപ്പറേഷൻസിന് ആ കോൺട്രാക്ട് കിട്ടണം എന്നുള്ള പിടിവാശിയിലാണ് ട്രംപ് എന്ന് പറയുന്നത്. ഏകദേശം $120 ബില്യൺ സഹായം മാത്രമേ അമേരിക്ക യുക്രൈന് കൊടുത്തുള്ളൂ. അതിന്റെ 4 ഇരട്ടി, $500 ബില്യൺ കോൺട്രാക്റ്റോളം അമേരിക്കയ്ക്ക് വേണം, ട്രംപിന് വേണം എന്നുള്ള പിടിവാശിയിലാണ് ട്രംപ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് യുക്രൈന് കഴിഞ്ഞ വർഷം $1.1 ബില്യൺ റവന്യൂ മാത്രമേ യുക്രൈന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ട്രംപ് ചോദിക്കുന്നതിന്റെ വളരെ ഒരു പീനട്ടായിട്ടുള്ള വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ് നമ്മളല്ല. അപ്പൊ ഇതാണ് ശരിക്കും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ യുക്രൈൻ യുദ്ധത്തിന് ശേഷം യുക്രൈൻ ഒത്തിരി സ്ഥലങ്ങൾ നഷ്ടമായിട്ടുണ്ട്. റഷ്യയുടെ അധീനതയിലാണ് ഇപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നിന്നുണ്ട്. ക്രൈമിയ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഡോൺബാസ്. അപ്പൊ ഇതെല്ലാം വളരെ തന്ത്രപരമായിട്ടുള്ള മേഖലകളാണ്. കാരണം ഇവിടെ എല്ലാം മിനറൽ റിസോഴ്സും, അതായത് കോൾ, അയണോർ, അതുപോലെ തന്നെ റയർ എർത്ത് എലമെന്റ്സ്. ഒരുപക്ഷെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും റഷ്യ യുക്രൈനെ ആക്രമിച്ചത് തന്നെ. അല്ലാതെ യുക്രൈൻ നാറ്റോയിൽ ചേരാൻ പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നാറ്റോയിൽ ചേരുമെന്ന് തീരുമാനമെടുക്കാൻ പോയതുകൊണ്ടോ എന്നുള്ള ആയിരിക്കത്തില്ല. അതൊക്കെ നമ്മൾ പുറമേ കാണുന്ന ചില ഫേക്കായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ റഷ്യ എന്തുകൊണ്ട് യുക്രൈനെ ആക്രമിച്ചു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തന്ത്രപരമായിട്ടുള്ള മേഖലകൾ കൈയടക്കി സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അമേരിക്കയും യുക്രൈനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ ആ എഗ്രിമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെ ആയിരിക്കും. കാരണം ഈ മിനറൽ വെൽത്ത്, അതായത് ടൈറ്റാനിയം, ലിഥിയം, നമ്മൾ പറഞ്ഞ യുറേനിയം, ഇതെല്ലാം പിന്നെ ഇന്ത്യയിലെ എക്സ്ട്രാക്ഷൻ, അതുപോലെ ഡെവലപ്മെന്റ്, ഇതൊക്കെ അമേരിക്കയ്ക്ക് കോൺട്രാക്റ്റായി കിട്ടണം എന്നുള്ള ഒരു ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും യുക്രൈൻ അമേരിക്കൻ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എയറോസ്പേസില്, ക്ലീൻ എനർജി, ന്യൂക്ലിയർ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ മേഖലകളിലൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ മിനറൽ റിസോഴ്സ് എന്നുള്ളത്. അപ്പൊ ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഒരു നീക്കം നടന്നത്. കാരണം ചൈനയുടെ അധീനതയിലാണ് ഈ പറഞ്ഞ മേഖലകൾ ഇന്ന്. കാരണം അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ ചൈന അമേരിക്കക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി കഴിഞ്ഞാൽ, വൻ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ, അവരുടെ ടെക്നോളജിക്കൽ സൂപ്രമസി അല്ലെങ്കിൽ അമേരിക്കയുടെ ടെക്നോളജിക്കൽ ലീഡർഷിപ്പിനെ ഇത് വളരെയധികം ബാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ റിസർവിലെ ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ റയർ എർത്തിന്റെ റിസർവ് ഉള്ളത്, 44 മില്യൺ ടൺസ്. പിന്നെ ബ്രസീല്, ഇന്ത്യക്ക് കൂടെ ഉണ്ടോ. പക്ഷെ ഈ റിസർവ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിക്കാനൊന്നുമില്ല. ഇത് എക്സ്ട്രാക്ട് ചെയ്ത് ഇത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കുക എന്നുള്ളത് വളരെ പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ ഈ ഇന്ത്യ 3-ാം സ്ഥാനത്താണ് ഗ്ലോബൽ റിസർവിൽ.
6.9 മില്യൺ ടൺസിന്റെ റിസർവ് ഉണ്ട്. പക്ഷേ ഇത് കുഴിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഇതിനെ ഫൈനൽ ഔട്ട്പുട്ട് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രയാസകരമാണ്. ചൈന അക്കാര്യത്തിലൊക്കെ വൻ പുരോഗതി നേടിയിട്ടുള്ള രാജ്യമാണ് നമുക്ക്. കഴിഞ്ഞ 30 വർഷമായിട്ട് ചൈന ഈ മേഖലയിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പം അമേരിക്ക ഈ റയർ എർത്ത് ഇമ്പോർട്ട് ചെയ്യുന്നത് 70% ചൈനയിൽ നിന്ന്, പിന്നെ 13% മലേഷ്യ, ജപ്പാനിൽ നിന്ന് 6%, എസ്റ്റോണിയയിൽ നിന്ന് 5%, പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് 6% അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 70%-ഓളം അമേരിക്ക ചൈനയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ചൈന ഏതെങ്കിലും രീതിയിലുള്ള പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയെ അത് വൻതോതിൽ ബാധിക്കും. ബാധിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കത് അവരുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റിയെ വളരെയധികം ബാധിക്കുകയും അമേരിക്കയുടെ ഗ്ലോബൽ പവറിന് തന്നെ അത് വലിയൊരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ നീക്കം അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്, ട്രംപിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് യുക്രൈൻ വാറിൽ, അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വാറിൽ, അല്ലെങ്കിൽ യുക്രൈനുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിൽ മുമ്പോട്ട് പോകും എന്നുള്ളത് ഈ ഒരു ഒറ്റ കാരണത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈൻ അമേരിക്കയുമായിട്ട് ഇത് സമ്മതിക്കുകയാണെങ്കിൽ, ഇപ്പൊ തന്നെ അമേരിക്ക ഓൾറെഡി ഇന്നലെ തന്നെ യുക്രൈനുള്ള എല്ലാ മിലിറ്ററി അസിസ്റ്റൻസും സ്റ്റോപ്പ് ചെയ്തു, സസ്പെൻഡ് ചെയ്തു, പോസ് ചെയ്തു, നിർത്തലാക്കി. അപ്പൊ ഇനി യുക്രൈന് യുദ്ധം ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ എത്രത്തോളം സഹായങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും അമേരിക്കയുടെ മിലിറ്ററി സഹായം ഇല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്തിനും ഒരു യുദ്ധവും മുന്നിൽ, ഇപ്പൊ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള, ഇപ്പൊ ഇസ്രായേൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? അമേരിക്കൻ വെപ്പൺസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അമേരിക്ക നാളെ ഇസ്രായേലിന് വെപ്പൺ കൊടുക്കുന്ന നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിലുള്ള സൂപ്രമസി നിലനിർത്താൻ സാധിക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഏത് രാജ്യത്തിനും. ഇപ്പൊ നാളെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ പ്രതിരോധ മേഖലയിലൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ഇന്ത്യ ഏറ്റവും കൂടുതൽ അമേരിക്കൻ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, അമേരിക്ക ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് അമേരിക്ക നമുക്ക് ആയുധങ്ങൾ തരുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മളുടെ വാർ ഫൈറ്റിംഗ് കപ്പാസിറ്റി അത് ബാധിക്കുകയും നമുക്കത് വൻതോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ യുക്രൈൻ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നം. അപ്പൊ ഇനിയും വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സെലൻസ്കി മുട്ടുമടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അമേരിക്കൻ അസിസ്റ്റൻസ് സപ്പോർട്ടില്ലാതെ യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ അല്ലെങ്കിൽ സമാധാന ചർച്ചയിൽ ട്രംപിന്റെ മുമ്പിൽ, അമേരിക്കയുടെ മുമ്പിൽ സെലൻസ്കിക്ക് അല്ലെങ്കിൽ യുക്രൈന് മുട്ടുമടക്കി അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് റഷ്യയുമായിട്ട് സമാധാന ചർച്ചകളും സമാധാന കരാറുകളും ഉണ്ടാക്കുക എന്നല്ല മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ യുക്രൈൻ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിനറൽ റിസോഴ്സിന്റെ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കരാറുകൾ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന വഴിക്ക് കാണാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ചാനൽ. പറ്റുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട്. ഇനിയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.